IPS ഓഫീസറുടെ ആത്മഹത്യയിൽ ഹരിയാന DGPയെ അവധിയിൽ വിട്ടു. സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് ശത്രുജിത് കപൂർ അവധിയിൽ പോയത്. പുരൺകുമാറിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ DGPക്കെതിരെ പരാമർശമുണ്ടായിരുന്നു. PR അരവിന്ദ് വിവരങ്ങൾ നൽകും. അരവിന്ദ് സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ DGPക്കെതിരെ പരാമർശമുണ്ടായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണോ ഇങ്ങനെ അവധിയിലേക്കുള്ള പോക്ക്? അമൃത, ഹരിയാനയിലെ മുതിർന്ന IPS ഉദ്യോഗസ്ഥന്റെ ആത്മഹത്യയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഹരിയാനയിലുടനീളം ഉയർന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ DGPയോട് നിർബന്ധിത അവധിയിൽ പോകാൻ സർക്കാർ നിർദ്ദേശിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഹരിയാന DGPയെ ശത്രുജിത് കപൂർ നിർബന്ധിത അവധിയിൽ പ്രവേശിക്കുകയും ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പിന്നീട് അറിയിക്കുമെന്നതാണ് DGP വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് സംഭവത്തിൽ റോത്തക് പോലീസ് സൂപ്രണ്ട് നരേന്ദ്ര ബിജാർജിയെ സ്ഥലം മാറ്റിയിരുന്നു. കൃത്യമായി വലിയ രീതിയിലുള്ള അധിക്ഷേപം നടന്നിരുന്നുവെന്ന് കുടുംബം ആരോപിച്ചു. ജാതിയുടെ പേരിൽ തന്റെ ഭർത്താവിനെ അധിക്ഷേപിച്ചുവെന്നും വലിയ മാനസിക പീഡനമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചെന്നടക്കം ഈ DGPയുടെ IPS ഉദ്യോഗസ്ഥന്റെ ഭാര്യ ആരോപിച്ചു. എന്തായാലും ഇതിന് പിന്നാലെ വലിയ പ്രതിഷേധം ഉണ്ടാവുകയും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നിർബന്ധിത അവധിയിൽ പോകാൻ ഇപ്പോൾ സർക്കാർ നിർദ്ദേശിക്കുകയും ചെയ്തത്. ഇന്ന് പുരൺകുമാറിന്റെ വസതി രാഹുൽ ഗാന്ധി സന്ദർശിക്കുന്നുണ്ട്. വലിയ പിന്തുണ പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തുനിന്ന് പുരൺകുമാറിന്റെ കുടുംബത്തിന് ലഭിക്കുന്നു. അതേസമയം കൃത്യമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ നടക്കണമെന്നും ഈ കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടാക്കണമെന്നതാണ് കുടുംബം ആവശ്യപ്പെട്ടിരിക്കുന്നത്.